ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ ഇന്ന് പോവുകയാണ് കേട്ടോ. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പം ടൈം ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എണീറ്റ ടൈമിൽ തന്നെ മക്കളും എണീറ്റിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഉമ്മ കട്ടൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ആ ഒരു കാലിച്ചായ ഉണ്ടല്ലോ അത് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഉമ്മ ഇതാ നേരത്തെ എണീറ്റിട്ട് ചായയും പഴം പുഴുങ്ങിയതും കോഴിമുട്ട പുഴുങ്ങിയതും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കാലിച്ചായയും അതേപോലെ നമ്മളെ ബിസ്ക്കറ്റും കപ്പ് കേക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ ഈ ഒരു രാവിലെ ടൈമിൽ പഴം പുഴുങ്ങിയതൊന്നും കഴിക്കാൻ എന്തായാലും കഴിയില്ല കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉമ്മ നടക്കാൻ പോയ സമയം കൊണ്ട് ഞങ്ങൾ മുറ്റടിച്ചാരി കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ മുറ്റടിച്ചാരി ഇറങ്ങിയപ്പോൾ ഇതാ ഞാനും ചൂലെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് മുറ്റുണ്ട്. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ രാവിലെ അല്ലേ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും ഇതേപോലെ ചമ്മൽ നിറയും കേട്ടോ. കാരണം ചുറ്റോടും മരങ്ങളായതുകൊണ്ട് പിന്നെ ഈ പിലാവ് ഉപ്പൂത്തിൻ്റെ മരം അതൊക്കെ ആയതുകൊണ്ട് തന്നെ ചമ്മൽ നല്ല പോലെ പെട്ടെന്ന് തന്നെ വീഴും കേട്ടോ. ഞാൻ അടിച്ചാരി എന്താ പറയുക ചുടാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴേക്കും ഒരു തലക്കൽ ഇങ്ങനെ വീകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മൊത്തം കൂട്ടി വെച്ചിട്ട് തീ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ പത്തിരിയൊക്കെ പരത്തി ചുടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാനും ഒന്ന് ചുടാൻ വേണ്ടിയിട്ട് നിന്നൊടുത്തേ. നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ പോയാൽ കുറേ നേരം ഉറങ്ങണം എന്നൊക്കെ അല്ലേ. ഫസ്റ്റ് ടൈമിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ആ ഒരു സ്വഭാവം അങ്ങോട്ട് മാറിയിട്ടോ. കാരണം നേരത്തെ എണീറ്റ് ശീലമായപ്പം പിന്നെ ഇവിടെ വരുമ്പോഴും ആ ഒരു ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകും കേട്ടോ. അങ്ങനെ ഇതാ പത്തിരിക്ക് തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നേ. അതും ചായക്കുള്ള വെള്ളം വെച്ച് ഒരു തലക്കൽ പത്തിരി ചുടലും മറ്റേ തലക്കൽ ഇതാ പൊടിക്ക് ചായക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ അടിച്ചാരി പകുതി ആയപ്പോഴേക്കാണ് കേട്ടോ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ വേഗം പത്തിരി പരുത്തലും കുഴക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചുടാൻ വേണ്ടിയിട്ട് കൂടി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും അത്യാവശ്യം തോനെ തന്നെ കറി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പത്തിരിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തോനെ കറി കൂട്ടണേ. അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വേഗം ദാഗമൊക്കെ ഒന്ന് അടിച്ചാരി മൊത്തം ഒന്ന് തട്ടിക്കൊട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പം വേഗത തുടച്ചെടുക്കുകയാണ്. ഓരോ റൂമായിട്ട് ഇങ്ങനെ തുടച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് തുടച്ച് അടിച്ചാരിയിട്ടൊക്കെ ഒന്ന് എടുക്കുകയാണ്. ഈ പണി കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇങ്ങനെ വെറുതെ കുത്തിയിരുന്ന് ഫോണിലും നോക്കിയിട്ടിരുന്ന് അങ്ങനെ ടൈം പോയിട്ടോ. അങ്ങനെ എന്താ ഉമ്മ മത്തൻ താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ട്. അങ്ങനെ ഉച്ചയത്തെ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല, കുളിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാലേ സ്വന്തം വീട്ടിൽ പോയാൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കും കേട്ടോ. മടി പിടിച്ച് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക വെറുതെ ഇരിക്കും. പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് കൊടുക്കും കേട്ടോ. പക്ഷേ ഈ ചെയ്യുന്ന പണിക്ക് ഇടയിൽ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. സ്വന്തം വീട്ടിൽ വന്നാൽ മുറ്റടിച്ചാര അകടിച്ചാര അകം തുടക്കുക ഈ ഒരു പണിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതേ എടുക്കാറുള്ളൂ എന്നാണ് സത്യം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പിന്നെ ഉച്ചയത്തെ ഫുഡ് എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ വെറും ചോറും അതിലേക്ക് ഓർക്കപ്പളീൻ്റെ അച്ചാർ പിന്നെ പയറിൻ്റെ ഉപ്പേരി പപ്പടം പിന്നെ മത്തൻ കറിയും ഉണ്ട്. പിന്നെ ബീഫിൻ്റെ കറിയാണ് കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. ഉച്ചത്തെ ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പുതിയൊരു വീട് എടുത്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇതുവരെ ഞാൻ കാണാൻ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനും ബ്രദറും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മൻ്റെ ചെറിയ അനിയത്തി വന്നിട്ടുണ്ട്. അങ്ങനെ അവർ വന്നപ്പോൾ മന്തിയും അതേപോലെ വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി ഞങ്ങൾ വാങ്ങുകയും ചെയ്തു. അങ്ങനെ മന്തിയും വത്തക്കയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് രാത്രിയത്തെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഉണ്ടാകുമ്പോഴേ സത്യം പറഞ്ഞാൽ ഒരു പെരുന്നാളിൻ്റെ പൊലിവായിരിക്കും കേട്ടോ. പക്ഷേ നാളെ തിരിച്ചു പോവല്ലോ എന്നുള്ള സങ്കടമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. നമ്മൾ ഇന്നാണ് കേട്ടോ പോകാനൊരുങ്ങുന്നത് നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നലെ രാത്രി കുറച്ച് നേരം വൈകിയാണ് കിടന്നത് കേട്ടോ. പിന്നെ സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് വീണ്ടും കിടന്നതായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ എണീറ്റിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എന്താ പറയുക തട്ടിക്കൊട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. പോവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ ഉമ്മൻ്റെ ചെറിയ അനിയത്തിൻ്റെ മേമ മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാൽ കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇട്ടിട്ടാണ് കേട്ടോ പണികളൊക്കെ തീർക്കുന്നത്.
എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. കുറേ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്നുള്ള ഒരു പരാതിൻ്റെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത് റെഡി ആവും കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടേ. അങ്ങനെ ഇതാ ഞാൻ മൊത്തം ബെഡ്ഷീറ്റ് എല്ലാ റൂമത്തൊന്ന് തട്ടിക്കൊട്ടി എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ മേമ അകൊക്കെ ഒന്ന് അടിച്ചാരി എടുത്തേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്താ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. അപ്പോൾ ഉമ്മ തലേന്നത്തെ മന്തിയൊക്കെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. പിന്നെ പത്തിരിക്ക് ഞാൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ തലേന്ന്, അതൊക്കെ ഒന്ന് കറിയൊക്കെ വെച്ച് അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും പിന്നെ മന്തിൻ്റെ ആ ഒരു ചിക്കൻ പീസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറച്ചി വരട്ടിയതുണ്ടായിരുന്നു ഇന്നലത്തെ, അതും കൂട്ടിയിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചേ. ഈ വീഡിയോസൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് അയക്കുന്നുണ്ട്. ഇതേപോലെ ഇനിയും കമൻറ്റ് അയക്കാനുണ്ട് കേട്ടോ. അവരൊക്കെ ഒന്ന് കമൻറ്റ് അയക്കുക. ഈ കമൻറ്റ് അയച്ചവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് മുന്നോട്ടുള്ള ആ ഒരു ലൈഫിൽ വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോസായിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മത്തൻ ഉണ്ടായിരുന്നു കേട്ടോ, മേമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ മത്തനൊന്ന് പൊയിങ്ങിയിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുകയാണ്, ഏലക്കായും പഞ്ചസാരയും പാലൊക്കെ കട്ടപ്പാലൊക്കെ ചേർത്തിട്ടോ. അങ്ങനെ ഇതാ ഉമ്മ ജ്യൂസ് അടിക്കുന്നുണ്ട്. കാരണം പോകാൻ ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു കേട്ടോ. മേമ എന്തായാലും എൻ്റെ അമ്മൻ്റെ വേറെ ഒരു അനിയത്തിയുണ്ട് കേട്ടോ. അനിയത്തിൻ്റെ വീട്ടിൽ പോവാണ്, വേറെ 2 മേമാരോടും കൂടിയിട്ട്. അപ്പോൾ പിന്നെ ഞാനും അവരെ കൂടെ ഇറങ്ങിയിട്ടോ. എനിക്ക് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ മത്തനൊക്കെ ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ കുറച്ചൊന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഷോർട്ട് വഴി ഉണ്ട് കേട്ടോ, അതിലാണ് പോണേ. അങ്ങനെ നമ്മൾ മുക്കത്തെത്തി നേരെ അരീക്കോടുക്കാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അവിടുന്ന് പിന്നെ എടവണ്ണപ്പാറയ്ക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. കാരണം മുക്കത്തുനിന്ന് നേരിട്ടുള്ള ബസ് കിട്ടിയില്ലേ. അങ്ങനെ ഇതാ ഫൈനലി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുറ്റത്തേക്കുള്ള അത്യാവശ്യം കൂടുതൽ തന്നെ മുറ്റടിച്ച് വരാനുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.